നിങ്ങൾ ചിരിക്കുന്നു, എനിക്ക് കണ്ണീരാണ് വരുന്നത്. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 85:6, Psalm 85:6. 85-ാം സങ്കീർത്തനം 6-ാം വാക്യം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ. അപ്പം ഈ നിന്റെ ജനം ആരാ? ഞങ്ങളാ. ഈ ഞങ്ങളെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ദൈവസഭ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ലോർഡ്, വി ആർ യുവർ പീപ്പിൾ, വോണ്ട് യു റിവൈവ് us ലോർഡ്. ഞങ്ങളെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കൊരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ജീവനുള്ളവരെന്ന് അറിയപ്പെടുകയല്ല, ജീവനുള്ളവർ തന്നെ ആയിരുന്നു. വെളിപ്പാട് പുസ്തകത്തിലൊരു സഭയെപ്പറ്റി എന്താ പറയുക? ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്. അതിൻ്റെ അർത്ഥം ജീവനില്ല, പേരേ ഉള്ളൂ. ഇന്നത്തെ സഭകളുടെ അവസ്ഥ അതാ. ജീവനുള്ളവനെന്നൊരു പേര് മാത്രമേ ഉള്ളൂ. എന്തില്ല? ജീവനില്ല, ജീവനില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ? ജീവിപ്പിക്കുകയില്ലയോ? ഈ ദിവസങ്ങളിൽ ദൈവസഭ ഒന്ന് ജീവൻ പ്രാപിക്കണമെങ്കിൽ അതിനെന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ, അതായത് ദൈവസഭ ജീവൻ വയ്ക്കുമ്പം ആ പ്രക്രിയയാണ് നമ്മൾ ഈ ഉണർവെന്ന് പറയുന്നത്. ഇന്ന് ഉണർവിനെ ശരിക്കും റീഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് ഉണർവെന്നുള്ളത്? ബൈബിളിൽ നോക്കിയ ഒത്തിരി ഉണർവുകൾ നമുക്കറിയാം. അപ്പോൾ ഇവിടെയും ആ ഒരു ഉണർവിൻ്റെ ആവശ്യം ധാരാളം വന്നിരിക്കുന്നു, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഉണർവെന്ന് പറയുന്നത് നമ്മൾ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ അറിയാം. 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട് ഒക്കെ എടുത്ത് നോക്കിയാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഉണർവുകളുടെ ചരിത്രമുണ്ട്. ഒരു ചരിത്രം നമ്മൾ 18-ാം നൂറ്റാണ്ടിൽ ഞാൻ വായിച്ചത്, the tears of the congregation began to flow in streams down their cheeks. They wept openly and cried out, what shall we do to be saved? ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് ജനം നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ. ഏത് ഉണർവും നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഉണർവിൻ്റെ ഫലം എന്താണെന്ന് കണ്ടാൽ, അതിൻ്റെ റിസൾട്ട് എന്തെന്ന് കണ്ടാൽ, ജനം അനുദപിച്ച് നിലവിളിച്ച് അവർ ദൈവത്തെങ്കിലേക്ക് തിരിയും. അതാണ് ഒരു ശരിയായ ഉണർവിൻ്റെ ലക്ഷണം. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം, ഇന്ന് ഈ അങ്ങനെയുള്ളൊരു നിലവിളി നമ്മൾ കാണുന്നില്ല, അങ്ങനെയുള്ളൊരു അനുതാപവും പശ്ചാത്താപവും കാണുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു നിലവിളി ഇന്നില്ല. പെന്തക്കോസ്ത് നാളിൽ ആദ്യത്തെ ഉണർവ് പുതിയ നിയമസഭയിൽ നമ്മൾ കാണുന്ന തുടക്കം തന്നെ, ഉദ്ഘാടന ദിവസം തന്നെ സംഭവിച്ചത് എന്താ? അന്നവിടെ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി 120 പേരെ നിറച്ച് അവരെല്ലാം കൂടെ ഉറക്കെ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്ത് ബഹളം കേട്ട് വന്നവർ ഇവരിതിനെ കളിയാക്കാൻ തുടങ്ങി. പെട്ടെന്ന് സ്ഥലകാലബോധം വീണ്ടെടുത്ത് പത്രോസ് എഴുന്നേറ്റ് 11 പേരോടെ എഴുന്നേറ്റ് നിന്ന് ശക്തിയായി ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷം പറഞ്ഞു. സുവിശേഷം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ട്. എന്നിട്ട് അവരെന്താ ചോദിച്ചത്? സേഴ്സ്, വാട്ട് ഷുഡ് വി ഡു ടു ഗെറ്റ് സേവ്ഡ്? രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഓർക്കണം, എവിടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ എപ്പോഴും പറയും, റിവൈവൽ ഈസ് ഓൾവേസ് ഗോഡ് സെൻറ്റ്. ദൈവം അയക്കുന്നത്. നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാം, പക്ഷേ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല, അല്ലേ? ഇനി നമ്മൾ പലപ്പോഴും ഈ പലയിടത്ത് നടന്ന ഉണർവിനെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അപ്പർ റൂം നമ്മൾ റീക്രിയേറ്റ് ചെയ്യേണ്ട, അത് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. ശരിയല്ലേ? ആ മാളിക മുറിയിൽ അന്ന് തുടങ്ങിയ ഉണർവ് ഇന്നും ഉണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? അതിനനുസരിച്ച് എവിടൊക്കെ ജനം വന്ന ആഗ്രഹത്തോടെ, അല്ലേ, ആവശ്യകതയോടെ ദൈവസന്നിധിയിലേക്ക് വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കുമോ ദൈവം പ്രവർത്തിക്കും, ദൈവം വീണ്ടും ഉണർവായിക്കും. ചരിത്രം പറഞ്ഞു നോക്കിയാൽ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഗ്രേറ്റ് അവേക്കനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ജോർജ് വൈറ്റ് ഫീൽഡ് അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ ഞാൻ വായിക്കുന്നത്, ഇറ്റ് വാസ് വെരി കോമൺ ഫോർ പീപ്പിൾ ടു ട്രെമ്പിൾ ആൻഡ് വീപ്പ് ഓർ ഷൗട്ട് ഫോർ ജോയ്. എപ്പോഴും നിലവിളിയും കരച്ചിലും മാത്രമല്ല, സന്തോഷം കൊണ്ട് അവരങ്ങ് ആർപ്പ് വിളിക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു, അല്ല? ഇതിന് ഇവിടെ നല്ലൊരു ബാലൻസ് അവിടെ കാണുന്നുണ്ടെന്നുള്ള കാര്യമാണ് രസം. ഇനി വേറെ നമ്മളത്
ഇപ്പം കാരിസ്മാറ്റിക്സ് ആയാലും കാൽവിനിസ്റ്റ് ആയാലും പെൻറ്റക്കോസ്റ്റൽസ് ആയാലും പ്യൂരിറ്റൻസ് ആയാലും ആക്ട്സ്, ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഈ അല്ലാത്ത ഉണർവൊന്നും ഇതിനകത്തുള്ള ഉണർവ് മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, അപ്പോസ്തല പ്രവൃത്തികളിലെ ഉണർവ് ആയിക്കോട്ടെ, അത് ആക്ട്സ് ആവട്ടെ, അസൂസ സ്ട്രീറ്റ് ആവട്ടെ, ഏത് ഉണർവായാലും ശരി, അവിടെ എല്ലാം മാർട്ടിൻ ലൂതർ തുടങ്ങി ജോൺ കാൽവിൻ, ജോൺ നോക്സ് ആയാലും ജോൺ വെസ്ലി, ചാൾസ് സ്പർജൻ, D.L. മൂഡി, പിന്നെ താഴോട്ട് വീണ്ടും വീണ്ടും വന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് അവിടെ ഒരു ഫൗണ്ടേഷൻ, ഒറ്റ ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതേതാണെന്നറിയാം? ദൈവവചനം. ഇന്നൊന്നുകൂടെ അന്നൊന്ന് അരക്കിട്ട് ഉറപ്പിച്ച് പറയാൻ പോവാ ഞാൻ. ഏത് ഉണർവിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. ഈ ദൈവവചനം വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് കൂടി ദൈവമോ അന്വേഷിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും. പക്ഷേ ഉണർവ് ഉണ്ടാവുന്നത് നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്, എല്ലാവരോടും ഒരുമിച്ച് ഒന്ന് ഒത്തിരി അങ്ങ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒന്ന് ഉപവസിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒന്ന് ആരാധിച്ചിരുന്നെങ്കിൽ ഉണർവ് അങ്ങ് വന്നേനെന്നാ. ശരി, അതൊക്കെ നല്ല കാര്യം. പക്ഷേ നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ഉണർവ് വന്നിരിക്കുന്ന ഓരോ സംഭവം നോക്കിയാൽ അവിടെ നമുക്ക് ഒരു ഭാഗം എടുക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം, അവിടെ 8-ാം അധ്യായം, നെഹമായ ചാപ്റ്റർ 8. അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ 1-ാം വാക്യം തൊട്ട് തന്നെ വായിച്ചു വേണേൽ വരാം. പക്ഷേ അതിനകത്ത് അവിടെ ഇരിക്കുന്നത്, യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്ത്രാ ശാസ്ത്രിയോട് പറഞ്ഞു. അവിടെ ഉണർവ് തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ആദ്യം വേദപുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് ഈ പറഞ്ഞ നമ്മൾ കയ്യിലിരിക്കുന്ന ഈ ബൈബിളല്ല, ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരാൻ ഒരു ശാസ്ത്രി, ഒരു സ്ക്രൈബ്, അദ്ദേഹത്തിൻ്റെ പേരാണ് എസ്ര, അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്നു. 2-ാം വാക്യം, 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. കണ്ടോ, ദൈവവചനം ആരുടെ മുമ്പിൽ കൊണ്ടുവന്നു? പുരുഷന്മാർ, സ്ത്രീകൾ കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായി സഭയുടെ. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുണ്ട്? അവർക്ക് ലോകത്തുള്ള എല്ലാ വിദ്യാഭ്യാസവും നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാ കോഴ്സിനും വിടുന്നുണ്ട്, എല്ലാ ട്യൂഷനും വിടുന്നുണ്ട്, എന്തൊക്കെയാണ് അവരെ നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ എന്തുകൊണ്ട് ബാക്കി? നിങ്ങൾ ഇത് സകലതും ആണ്. നിങ്ങൾക്കറിയാം, ഇതെല്ലാം പഠിക്കാനുള്ള പ്രാപ്തി ഞങ്ങളുടെ കുഞ്ഞിനുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞിന് ദൈവവചനം പഠിക്കാനുള്ള പ്രാപ്തിയുണ്ടോ? അങ്ങനെയെങ്കിൽ പുരുഷന്മാരായാലും സ്ത്രീകളായാലും കേട്ട് ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള സകലരും വന്ന് ദൈവവചനം കേൾക്കണം. അടുത്തത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അടുത്തത്, നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. കണ്ടോ, അവര് രാവിലെ തൊട്ട് ഉച്ചവരെ എല്ലാവരും കൂടെ ആരാധിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. എന്താണ്? ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടത്. ഇവിടെ അങ്ങാണ് ഇരുന്ന് ഒരു സങ്കീർത്തനം ഇച്ചിരി നീണ്ടുപോയ നിങ്ങൾ വേറെ ഒന്നും കിട്ടിയില്ല. എത്ര നല്ല 117 ഇരിക്കുമ്പോഴാണ് 119 എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. നമുക്കെല്ലാം ഈ ക്യാപ്സ്യൂൾ മതിയല്ലോ, അതല്ലേ പ്രശ്നം അല്ലേ? ഈ ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ക്യാപ്സ്യൂൾ കഴിച്ചിട്ട് കാര്യമില്ല, അതാണ് സത്യം. അതിൻ്റെ അർത്ഥം ഉച്ചവരെ അവിടെ ദൈവവചനം ഉറക്കെ ഒരാൾ വായിച്ചു കേൾപ്പിച്ചു. ഇന്ന് ഉച്ചവരെ ഒരു വേദപാരായണം അല്ലെങ്കിൽ ഈ സഹസ്രനാമ ജപം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, രാവിലെ തൊട്ടൊരു പാവം എടുത്ത് കുത്തിയിരുന്ന് മൈക്കിൻ്റെ മുമ്പ് ഇരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല, ഓർക്കണം. പക്ഷെ നമുക്കൊരു വേദപുസ്തകം കുറച്ച് നേരം വായിച്ചാൽ അതിരുന്ന് കേൾക്കാനുള്ളൊരു ക്ഷമ ഇന്ന് മനുഷ്യർക്ക് ഇല്ല. മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. ഉച്ചവരെ വേദപുസ്തകം വായിച്ചു. അടുത്തത്, സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. അതാണ് ഈ വായിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? നിങ്ങൾ ഇരിക്കുന്ന പോലെ അല്ല, ശ്രദ്ധിച്ചിരിക്കണം. അടുത്തത്, ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ, അവിടെയാണ് ഈ സാധനം, പോഡിയം. ഇത് അന്നേ ഉണ്ട് കേട്ടോ, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പോഡിയം ഉണ്ട്, അറിയാമോ? ഇങ്ങനൊരു പ്രസംഗ പീഠം ഉണ്ടാക്കി എസ്രാ ശാസ്ത്രി കയറി നിന്നു. അതിൻ്റെ അർത്ഥം ഈ പ്രസംഗ പീഠം എവിടെ ആയിരുന്നു? ചില എലിവേറ്റ് നിന്ന് പൊക്കി, നിങ്ങളെക്കാളും ഒരടി പൊങ്ങിയല്ലേ ഇപ്പം ഞാൻ നിൽക്കുന്നത്. എന്തുകൊണ്ടാ? ഞാൻ വലിയവനായോണ്ടല്ല, ഈ വചനം നിന്ന് പ്രസംഗിക്കുന്നൊരു പീഠം അവിടെ ഉണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കുമ്പം അതിൻ്റെ അർത്ഥം ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് സുപ്രീം. ദൈവവചനത്തിനാണ് 1-ാം സ്ഥാനം. ദൈവവചനമാണ് ഉയരത്തിൽ വെക്കേണ്ടത്. ഉയരത്തിൽ നിന്ന് താഴോട്ട് കേൾക്കേണ്ടത് ദൈവവചനമാണ്, അല്ലാതെ ഇവിടെ ഷോ അല്ല.
ദൈവവചനം കേൾക്കാം. ഈ പോടി എന്തിനുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ദൈവവചനം നിന്ന് പറയാനാണ്. ഇന്ന് ദൈവസഭയിൽ പോഡിയമുണ്ട്, പക്ഷേ പോഡിയത്തിൽ നിന്ന് ദൈവവചനം കേൾക്കുന്നില്ല. ഇന്ന് ജനങ്ങൾക്കും ഈ പോഡിയത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവവചനം കേൾക്കണ്ട, ഈ വചനത്തിൽ നിന്ന് വായിച്ചും കേൾക്കണ്ട. ഇന്ന് വരുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? മറ്റു പലതും പ്രതീക്ഷിച്ചാണ് വരുന്നത്. ഇന്നൊരു മടങ്ങി വരവ് നമുക്ക് വേണം. ഇന്ന് മടങ്ങി വരുമെങ്കിൽ ഉണർവ് വരും. ദൈവവചനം ഉള്ളിടത്താണ് ഉണർവ്, പ്രിയപ്പെട്ടവരെ. അല്ലാത്തതിനെയൊക്കെ നമുക്ക് ഉണർവെന്നൊക്കെ വേണേൽ പേരിട്ട് പറഞ്ഞ് ആശ്വസിക്കാം, പക്ഷെ ഉണർവാണെന്ന് ദൈവവചനം പറയുന്നില്ല. ശരി, ഒരു ഉയർന്ന പീഠം ഇട്ടെന്ത് ചെയ്തു? എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവന്റെ അരികെ കയറി നിന്നിട്ട് അവിടെ വായിച്ചു. നമുക്കറിയാം, ഞാൻ സമയക്കുറവുകൊണ്ടൊന്ന് ഓടിച്ചു വരിക. 9-ാം അധ്യായത്തിലേക്ക് വന്നേ. അവിടെ ഈ ദൈവവചനം വായിച്ച് വന്നപ്പോൾ അവിടെ അതിൻ്റെ എഫക്റ്റ് നോക്കണം. ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടെടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്ന് വേർതിരിഞ്ഞ് നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അന്നൊരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. ഒരു യാമത്തോളം എന്ത് വായിച്ചു കേട്ടു? ന്യായപ്രമാണം. ഇന്ന് എല്ലാവർക്കും അങ്ങ് പ്രസംഗം കേൾക്കണം. അന്ന് എന്താണ്? ന്യായപ്രമാണം വായിച്ച് കേൾക്കണം. എല്ലാവരും വീട്ടിൽ ബൈബിളില്ല, അതാ പ്രശ്നം. കേൾക്കണമെങ്കിൽ ഇവിടെ വരണം. വന്നിട്ട് ഒരു ചുരുളെടുത്ത് വെച്ച് ഒരാൾ വായിച്ച് കേൾപ്പിക്കുക. ശരി, ഒരു യാമത്തോളം വായിച്ചു കേട്ടു. അടുത്തത് പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. കണ്ടോ? അവിടെ 1 മണിക്കൂർ, ഒരു യാമം തൽക്കാലം 1 മണിക്കൂർ എടുക്കുക. 1 മണിക്കൂർ ബൈബിൾ സ്റ്റഡി, അടുത്ത 1 മണിക്കൂർ ഏറ്റുപറച്ചിൽ. എന്താണ് ഏറ്റുപറച്ചിൽ? പാപങ്ങളെ റിപ്പൻറ്റൻസ്. എന്നിട്ട് അതിൻ്റെ കൂടെ എഴുതിയിരിക്കുന്നു നമസ്കരിക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം വർഷിപ്പ്. ഇന്ന് നമുക്ക് 1 മണിക്കൂർ വർഷിപ്പ് വേണേ ഇങ്ങനെ കാലേ സ്പ്രിങ് വെച്ച് നിൽക്കാം. ആരാധന. അടുത്ത 1 മണിക്കൂർ നമുക്ക് എഴുന്നേറ്റ് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് മുള്ളി നിൽക്കും. പക്ഷേ ഇവിടെ പറഞ്ഞ 1 മണിക്കൂർ ആദ്യം വചനം വായിച്ച് കേട്ടു, അടുത്ത 1 മണിക്കൂർ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, എന്നിട്ടാണ് വർഷിപ്പ്. എനിക്കറിയത്തില്ല ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്തിനാണ് ആദ്യം വെച്ചിരിക്കുന്നതെന്ന്. ഇതാരാ ഈ ഷെഡ്യൂൾ ഉണ്ടാക്കിയത്? ഇതല്ലേ പ്രശ്നം. ഇതെല്ലാം നമ്മളില്ല. തമിഴിൽ പറയും ഈ അടിച്ചാൽ കോപ്പി ചെയ്യുന്നു. ഈച്ച അടിച്ച് അടച്ചു വെച്ചപ്പോൾ ഒരു ഈച്ച ഇരുന്ന് ചത്തുപോയി. ഉടനെ അത് കോപ്പി വന്നപ്പം ഇതുപോലാണ് ഈ സഭയിലെ കാര്യങ്ങൾ. ഇങ്ങനെ കോപ്പി ചെയ്ത് എൻ്റെ വല്യപ്പച്ചൻ ഇങ്ങനെയാണ് ചെയ്തത്, അപ്പോൾ എൻ്റെ അപ്പനും അത് തന്നെ ചെയ്തു, ഞാനും ഇത് തന്നെ ചെയ്യുന്നു, നാളെ എൻ്റെ മോനും ഇത് തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് പറ്റി? പെന്തക്കോസ്റ്റ് വാസ് എൻ എക്സ്പീരിയൻസ് ടു മൈ ഗ്രാൻഡ് ഫാദർ. എൻ്റെ വല്യപ്പച്ചന് പെന്തക്കോസ്റ്റ് ഒരു അനുഭവമായിരുന്നു. എൻ്റെ അപ്പനോ ഇറ്റ് ബിക്കേം എ ട്രഡീഷൻ. എൻ്റെ അപ്പൻ അതൊരു പാരമ്പര്യമായി. ഇന്ന് എനിക്കോ ഇറ്റ് ഹാസ് ബിക്കം എ ഹെഡേക്ക്. എനിക്കൊരു തലവേദനയായി. അടുത്തത് എൻ്റെ മോനോ ഇറ്റ് ബിക്കംസ് എ മോക്കറി. അവനൊരു തമാശ. 4 തലമുറ മാറിയപ്പം പോയ പോക്ക് കണ്ടോ? അനുഭവം പാരമ്പര്യമായി, പാരമ്പര്യം തലവേദനയായി, തലവേദന ഇപ്പം തമാശയായി. ഇനി പറഞ്ഞേ, പെന്തക്കോസ്ത് അനുഭവം നമുക്ക് എന്തായിരിക്കണം? അനുഭവമായിരിക്കണം. എൻ്റെ വല്യപ്പച്ചനത് അനുഭവമായിരുന്നെങ്കിൽ അത് എനിക്കും അനുഭവമായിരിക്കണം, എൻ്റെ മകനും അനുഭവമായിരിക്കണം. എവിടെ വെച്ചാൽ ഇത് മാറിയത് പ്രിയപ്പെട്ടവരെ? ഇവിടെ കണ്ടോ? ആദ്യം ദൈവവചനം, അത് കഴിഞ്ഞ് അനുതാപം, അതിനോട് ചേർന്നാണ് ആരാധന. ഈ അനുദപിച്ചിട്ട് ആരാധിക്കുമ്പോൾ ഒരു സന്തോഷം വേറെയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം അനുതാപമില്ലാത്ത ആരാധന, അനുതാപമില്ലാത്ത ശുശ്രൂഷകൾ. ഇതാണെന്ന് നമ്മൾ കാണുന്നത്. വാസ്തവമായിട്ടും ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ വീണ്ടും ജീവിപ്പിക്കുമ്പം ആദ്യം ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഒന്നാമത് ദൈവവചനം. ആ ദൈവവചനം കഴിയുമ്പോഴാണ് ഒരു അനുതാപം ഉണ്ടാവും, ഒരു കരച്ചിലുണ്ടാവും, ഒരു മടങ്ങിവരവ് ഉണ്ടാവും. അതിനോട് ചേർന്നാണ് രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കിത്തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ആ സന്തോഷം മടക്കി കിട്ടുമ്പം പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അപ്പോഴും എൻ്റെ വായ് നിന്നെ ഘോഷിക്കും. എന്നിട്ട് അപ്പോൾ അടുത്തതാണ് പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. അതിൻ്റെ അർത്ഥം ഈ ഔട്ട്റീച്ചും ഒക്കെ പിന്നെ
അല്ലേ? ആദ്യം ദൈവവചനം, ദൈവവചനം കേൾക്കുമ്പോൾ എന്നിലുണ്ടാവുന്ന രൂപാന്തരം, ആ രൂപാന്തരത്തോടുകൂടി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുറത്തു പോയി സാക്ഷിയാകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭാവികൾ മാനസാന്തരപ്പെട്ട് ജാതികൾ ദൈവത്തിങ്കിലേക്ക് തിരിയും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വാക്യം പറഞ്ഞല്ലോ, അപ്പോൾ അവർ പറയും, ജാതികൾ പറയും, യഹോവ അവരോടുകൂടെ ഉണ്ട്, യഹോവ അവരോടൊപ്പം ഉണ്ട്. ഇന്ന് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ജനത്തെ അട്രാക്റ്റ് ചെയ്ത് എന്നിട്ട് നമ്മളതിനെ റിവൈവൽ എന്നങ്ങ് വിളിക്കുന്നു. ഞാൻ ആരെയും പേരെടുത്ത് കുറ്റം പറയാനോ ഒന്നുമല്ല ഞാനിവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ. ദൈവം സന്നിധിയിൽ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം താഴേക്ക് വരുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഉണർവ് ആഗ്രഹമെങ്കിൽ അതിന് ഒന്നാമത് വേണ്ടത്, ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഫെയ്ത്ത്ഫുൾ പ്രീച്ചിങ് ഈസ് നീഡഡ്. എത്ര പേര് രാമയും പറയും? വിശ്വസ്തമായി ദൈവവചന ശുശ്രൂഷ ഉണ്ടായിരിക്കണം. ദൈവസഭകളിലേക്ക് എന്ന് ദൈവവചന ശുശ്രൂഷ മടങ്ങി വരുമോ ആ സഭകളിലൊക്കെ ദൈവം വലിയ ഉണർവായിരിക്കും. ഇന്ന് പല ഉണർവുകളിലും വേദവസ്തു ഒന്ന് തുറക്കുന്നത് പോലും കാണുന്നില്ല. വേദവസ്തുവിൻ്റെ വാക്യം അവിടെ ഉദ്ധരിക്കപ്പെടുന്നില്ല, അല്ലേ? നമുക്കെല്ലാം ഇന്ന് എക്സ്പീരിയൻസസ് മതി, അനുഭവങ്ങൾ മതി. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, അനുഭവങ്ങൾ എപ്പോഴും രണ്ടാമതായിരിക്കണം, ആദ്യം അനുഭവമല്ല. ആദ്യം ക്രിസ്തീയ ജീവിതം ഇറ്റ്സ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലാണ്. എന്താണ് വിശ്വാസം? ദൈവവചന കേൾവിയിലൂടെയാണ് വിശ്വാസം വരേണ്ടത്. അപ്പോൾ ദൈവവചനം കേൾക്കാതെ എങ്ങനെ വിശ്വാസം വരും? പിന്നെ എൻ്റെ ക്രിസ്തീയ ജീവിതവും വിശ്വാസത്താലായിരിക്കണം, എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയും വിശ്വാസത്താലായിരിക്കണം. ഇന്നത്തെ പ്രശ്നം എൻ്റെ ക്രിസ്തീയ ജീവിതം വെറും എക്സ്പീരിയൻസിലാണ്, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ഫീലിങ്സ്, അല്ലേ? ഞാനിങ്ങനെ വിറയ്ക്കുക, ഓ എന്നെ ഒന്ന് ആരെങ്കിലും ഒന്ന് പിടി, ഓ എന്നെ ഒന്ന് പിടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. എന്താണ്? അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫീലിങ്സിൽ എക്സ്പീരിയൻസിൽ നിൽക്കുമ്പം കേൾക്കുന്നവർക്കും എന്ത് വേണം? ഓ എനിക്കത് വേണം, അതും കൂടി എനിക്കൂടെ തരുമോ? എന്നെ വന്ന് എന്തെങ്കിലും ചെയ്യും, എന്നെ വന്ന് കെട്ടിപ്പിടിക്കെങ്കിലും ചെയ്യും, കിട്ടും. നിങ്ങൾ ചിരിക്കുന്നു, എനിക്ക് കണ്ണീരാണ് വരുന്നത്. ഇതെവിടെ നിന്ന് വന്നു? ഇത് ശമരിയയിൽ ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യൻ, അദ്ദേഹം ഒരു സുവിശേഷകൻ, ചെന്ന് സുവിശേഷം പറഞ്ഞു, യേശുവിനെ പ്രസംഗിച്ചു. ജനങ്ങൾ രക്ഷിക്കപ്പെടുക മാത്രമല്ല, അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടന്നു. സ്ത്രീകളും പുരുഷന്മാരും സ്നാനപ്പെട്ടു. അവിടെ വലിയ ഉണർവായി, ആ ദേശത്ത് വലിയ സന്തോഷമായി. അപ്പോഴാണ് വിവരം അങ്ങ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെന്ന്, എവിടെയാണ്? യെരുശലേമിൽ. അവിടെ 2 അപ്പോസ്തലന്മാർ അന്വേഷണ കമ്മീഷൻ വന്നു. 2 പേരും ഒന്ന് അവിടെയൊക്കെ നോക്കിയപ്പം കാര്യമൊക്കെ ശരി തന്നെ, ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു, സ്ത്രീകളും പുരുഷന്മാരും സ്നാനപ്പെട്ടിരിക്കുന്നു, അത്ഭുതം അടയാളമൊക്കെ നടക്കുന്നു, ജനങ്ങൾക്ക് വലിയ സന്തോഷം, സ്തോത്രം. അപ്പോഴാണ് അവർ നോക്കിയപ്പോൾ എന്തോ ഒരു കുറവുണ്ടല്ലോ. അവർ വെച്ചു, പരിശുദ്ധാത്മാവിനെ അയ്യോ അങ്ങനെ സാധനം ഇട്ടിങ്ങുമ്പോ തലക്കൈ വെച്ചപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ ഉണർവ് നടക്കുമ്പോൾ ഒരു പാർട്ടി, അങ്ങനെ പണ്ട് മന്ത്രവാദിയായിരുന്നു, അയാൾ ഇതിൻ്റെ കൂടെ നടന്ന് എന്ത് ചെയ്തു? അയാൾ കണ്ടിട്ട് അന്തം വിട്ടു, അയാളും രക്ഷിക്കപ്പെട്ടു, അയാളും സ്നാനപ്പെട്ടു, അയാളും ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു? ശുശ്രൂഷ അങ്ങ് തുടങ്ങി കൂട്ടത്തി. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പം അയാൾക്ക് ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത് അയാൾക്ക് വലിയ കാര്യമല്ല, സ്ത്രീകളും പുരുഷന്മാരും സ്നാനപ്പെടുന്നത് കാര്യമല്ല, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്താവുന്നു, അതും പുള്ളിക്ക് പ്രശ്നമല്ല, ജനങ്ങൾക്ക് വലിയ സന്തോഷം, അതും പുള്ളിക്ക് വലിയ പ്രശ്നമല്ല. അയാൾ നോക്കിയപ്പോൾ ഈ 2 സാറന്മാർ എവിടെ നിന്ന് വന്നു? യെരുശലേമിൽ നിന്ന് വന്നു. അവർ വന്നപ്പോൾ ഒരു പുതിയ കാര്യം കണ്ടു. എന്താണ്? കൈ വയ്ക്കുമ്പം ആത്മാവിനെ കിട്ടുന്നു. ഉടൻ പുള്ളി പതുക്കെ ചെന്നു, ഒരു ചെറിയ പൊതിയായിട്ടാണ് ചെന്നത്. ബ്രദറെ, ഈ സാധനം എനിക്കൊന്ന് തരുമോ? എനിക്ക് രോഗശാന്തി വരും വേണ്ട, ഭൂതശാന്തി വരവും വേണ്ട, എനിക്ക് സുശേഷീകരണവും വേണ്ട, എനിക്ക് സ്നാനപ്പെടുന്ന ശുശ്രൂഷയും വേണ്ട, ഒന്നും വേണ്ട. ഈ കൈ വയ്ക്കുമ്പോൾ എന്തോ ഒരു സാധനം കിട്ടുന്നു, ഇത് എനിക്കൊന്ന് ചെയ്തു തരുമോ? കണ്ടോ, ആ ശീമോൻ എന്ന് പറഞ്ഞ ആഭിചാരകന് അവൻ അട്രാക്റ്റീവായിട്ട് തോന്നിയ എന്താ? അവിടെ ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നത് അവന് വിഷയമല്ല, അവിടെ ജനങ്ങൾ സ്നാനപ്പെടുന്നത് വിഷയമല്ല, അവിടെ രോഗസൗഖ്യമുണ്ട്, ഭൂതശാന്തിയുണ്ട്, അതും അവന് വിഷയമല്ല, അവിടെ ജനം സന്തോഷിക്കുന്നു ദൈവത്തിൽ, അതും വിഷയമല്ല. പുള്ളിക്ക് എന്താ പ്രശ്നം? ഈ ഇവർ കൈവച്ചപ്പം എന്തോ കിട്ടി, ആ ഒരു സൂത്രം എനിക്കൂടെ കിട്ടിയ എന്താണ്? ഇയാൾക്ക് വേണമെന്നല്ല പറഞ്ഞത്, ഞാൻ ചെന്ന് കൈവയ്ക്കുമ്പം ഇതുപോലെ ഞാനിവിടെ വന്നുകൊണ്ട് കുറച്ചിങ്ങനെ കാണിക്കുമ്പം നിങ്ങളും വിചാരിക്കും പാസ്റ്റർക്ക് അഭിഷേകം പ്രത്യേകമായിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളും എന്ത് ചെയ്യും? ആ അഭിഷേകത്തെ കുറച്ച് എനിക്കൂടെ കിട്ടിയാൽ കൊള്ളാം,
അല്ലേ? ഇന്ന് ഈ അഭിഷേകത്തിൻ്റെ മൊത്തക്കച്ചവടവും റീറ്റെയിൽ കച്ചവടവുമാണ് ഈ നടക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ അഭിഷേകത്തെ ഇങ്ങനെ മൊത്തമായിട്ട് ചില്ലറയായിട്ട് കൊടുക്കാൻ ആര് നമ്മളെ ഏൽപ്പിച്ചു? ഈ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് കഴിപ്പിക്കുന്നു, തൊട്ട് പുറകെ എൻ്റെ പിന്നാലെ യേശു വരും. അല്ലേ? ഇന്ന് അതേ യേശു തന്നെയല്ലേ പിതാവിനോട് വാഗ്ദത്തമായി പരിശുദ്ധാത്മാവിനെ മേടിച്ച് നമുക്ക് തരുന്നത്? പിന്നെ അതേ സമയത്ത് ഇമ്പാർട്ടേഷൻ ഒരു കാര്യമുണ്ട്, ശരിയാണ്, കാര്യം കൈവെപ്പിനാലുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചുകൊണ്ടിരിക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. ചോദിക്കുന്ന ഏവർക്കും പിതാവ് എത്രയധികം തൻ്റെ ആത്മാവിനെ കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ആ ആത്മാവിനാൽ സഭ നിറഞ്ഞ്, ആ ആത്മാവിനാൽ നിറഞ്ഞ് ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം പ്രിയപ്പെട്ടവരെ. ആ സുവിശേഷം കേട്ട് അനേകർ രക്ഷിക്കപ്പെട്ടു വരണം. അവരെ ശിഷ്യത്വത്തിലേക്ക് നമ്മളവരെ പഠിപ്പിച്ച് അവരെ വളർത്തണം. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ രോഗികളുണ്ടോ? വിശ്വാസത്തോടെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗസൗഖ്യം വരും. ഭൂതങ്ങളുള്ളവർ കയറി വന്നാൽ തീർച്ചയായിട്ടും ആ ഭൂതങ്ങൾ ഇരിക്കാൻ പറ്റത്തില്ല, അലറി ഓടും. അവിടെ വലിയ സന്തോഷമുണ്ടാവും. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഉണർവെന്ന് പറയുന്നത്. പക്ഷേ ആ ഉണർവിൻ്റെ റിസൾട്ട് കാണാനുണ്ട്. പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് മന്ത്രവാദ പുസ്തകങ്ങളേക്ക് തീ വെച്ച് കത്തിച്ച് കളഞ്ഞ്, അല്ലേ? അതൊക്കെ ആലോചിച്ച് നോക്കുക. അതൊക്കെ വളരെ നോട്ടബിൾ ഇൻസിഡൻസാണ്. അവർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അതിനെ കത്തിച്ച് കളഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നാളെ ഇന്ത്യയിൽ വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അനേകർ ഇങ്ങനെ പലരും കത്തിച്ചിട്ട് വരും, അനേകർ പലതും ഉപേക്ഷിച്ചിട്ട് വരും, അനേകർ പലതും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വരും, അനേകർ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിശയിക്കത്തക്കവണ്ണം ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ മാറ്റങ്ങളിൻ്റെ ആദ്യത്തെ പടി ഉയർന്ന ഒരു പീഠത്തിൽ നിന്ന് അവിടെ വായിച്ചു കേട്ട ദൈവവചനവും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്ന് വേറെടുത്തുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ദൈവവചനം ഇന്ന് വായിച്ച് പൊരുൾ തിരിച്ച് കൊടുക്കുന്നില്ല. ഒരു പാവം മനുഷ്യൻ, വലിയ ആളാണ്, പ്രധാനമന്ത്രിയുടെ മന്ത്രിയാണ്, പക്ഷേ ഇദ്ദേഹം ഒരു രഥത്തിലിരുന്ന് പോകുമ്പം പാവം ഒരു ചുരുളിരുന്ന് വായിക്കുക, ഒന്നും പിടികിട്ടുന്നില്ല. അപ്പോഴാണ് ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു മനുഷ്യൻ ചോദിക്കുക, സാറേ ഒന്ന് നിർത്തേക്ക്, ഞാനും കൂടെ കയറിയിരിക്കാം. സാർ എന്തായി വായിക്കുന്നത്? ഞാൻ വായിക്കുന്നു, പക്ഷേ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അതാ ഞാൻ പറഞ്ഞു തരാം. പൊരുൾ തിരിച്ചു കൊടുത്തപ്പം ഇയാളല്ല പറഞ്ഞത്, അയാൾ ഇങ്ങോട്ട് ചോദിക്കും, വേണ്ട വെള്ളം, എനിക്ക് സ്നാനപ്പെടാൻ ഒരു തടസ്സവും ഇല്ല. നിർത്തി രണ്ടുപേരും ഇറങ്ങി ഒരുത്തനെ സ്നാനപ്പെട്ട് സന്തോഷത്തോടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ആദ്യത്തെ മിഷണറിയായിട്ട് ആ ഷണ്ണൻ പോവുകയാണ്. കാരണം എന്താ? അവൻ്റെ കയ്യിൽ ചുരുളുണ്ട്, പക്ഷെ അത് പൊരുൾ തിരിച്ചു കൊടുക്കുന്ന ഒരു സുശേഷകനില്ലായിരുന്നു. ഇന്നും ഇതുപോലെ ദൈവസഭ ഈ വചനത്തിൻ്റെ പൊരുളൊന്ന് തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ മാത്രം മതി, അനേകർ രക്ഷിക്കപ്പെടും, അനേകർ മാനസാന്തരപ്പെടും, വലിയ സന്തോഷം പട്ടണങ്ങളിൽ ഉണ്ടാവും, സഭകൾ വളരുക തന്നെ ചെയ്യും. ഇന്ന് അതില്ലാത്തിടത്തോളം കാലം ഈ പറഞ്ഞ ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ. രാവിലെ ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞു, ഫെയ്ത്ത്ഫുൾ പ്രീച്ചിങ്. ഒന്നാമത്തെ പോയിൻ്റേ ആവുന്നുള്ളൂ, ഞാൻ നിർത്താൻ പോവാം. കർത്താവിനെ വെച്ച് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം. രണ്ടാമത്തേതാണ് അൺസീസിങ് പ്രെയർ. ഫെയ്ത്ത്ഫുൾ പ്രീച്ചിങ് എവിടെയുണ്ടോ അതിൻ്റെ കൂടെ പോകേണ്ടതാണ് അൺസീസിങ്, ഇടപെടാതെയുള്ള പ്രാർത്ഥന. സഭ കൂടി വന്ന് ഇടപെടാതെ പ്രാർത്ഥിക്കുമെങ്കിൽ, പക്ഷേ എവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കണം? വചനമുള്ളിടത്ത് പ്രാർത്ഥിക്കണം. വചനമില്ലാത്തടത്ത് എത്ര പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമില്ല. കാരണം വചനത്തെയാണ് കർത്താവ് ഉറപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞ വചനത്തെയാണ്, അല്ലേ? പരിശുദ്ധാത്മാവ് എനിക്ക് ഓർപ്പിച്ച് തരുന്നത് എൻ്റെ ഉള്ളിലുള്ള വചനത്തെയാണ്. എൻ്റെ ഉള്ളിലെ വചനമില്ലെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് എന്തോന്ന് ഓർപ്പിച്ച് തരും? അഥവാ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഓർപ്പിച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. അപ്പം ഞാൻ ഒരു വട്ടം വായിച്ചത് എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചത് ഞാൻ മറന്നുപോയാലും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓർപ്പിച്ച് തരുമെന്നാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഈ ഫെയ്ത്ത്ഫുൾ പ്രീച്ചിങ് തന്നെയാണ് പ്രിയപ്പെട്ടവർ. അടുത്തതാണ് ഈ പറഞ്ഞ പോലെ അൺസീസിങ്. എന്താണ്? പ്രെയർ. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം, പ്രഷ്യസ് യൂണിറ്റി. ഈ ദിവസങ്ങളിൽ സഭയിൽ വേണ്ടുന്ന ഒറ്റ കാര്യം, ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണെന്നറിയാമോ? ഐക്യം. ഇന്ന് ഏറ്റവും പിശാച് തകർത്തിരിക്കുന്നതും കുടുംബത്തിൽ ഐക്യമില്ല, ഭാര്യ ഭർത്താവ് ഐക്യമില്ല, മക്കൾ തമ്മിൽ ഐക്യമില്ല, ഈ പറഞ്ഞ പോലെ സഹോദരങ്ങൾ തമ്മിൽ ഐക്യമില്ല, സഭാജനങ്ങൾ തമ്മിൽ ഐക്യമില്ല, ദൈവദാസന്മാർ തമ്മിൽ ഐക്യമില്ല, സഭകൾ തമ്മിൽ ഐക്യമില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പിശാച് ജയിച്ചിരിക്കുന്നൊരു കാര്യം. അവിടെയാണ് പ്രഷ്യസ് യൂണിറ്റി. ഇന്ന് രാവിലെ ഞാനൊരു കാര്യം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉഗാണ്ടൻ ബിഷപ്പ്, അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ ഏതോ ഒരു പട്ടണത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിന് തർജ്ജമക്കാരനായിട്ടൊരു തമിഴ് സഹോദരൻ വന്നു. അദ്ദേഹമാണ് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇദ്ദേഹം, ഈ ദൈവമനുഷ്യൻ
ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോഴത്തെ ആഫ്രിക്കൻ പ്രീച്ചേഴ്സ് അല്ല, പഴയ ഒരു ആഫ്രിക്കൻ ബിഷപ്പ്, അദ്ദേഹം നന്നായിട്ട് ദൈവവചനം പറയുന്ന ഒരാളാണ്. അദ്ദേഹം ദൈവവചനം അങ്ങോട്ട് പ്രസംഗിച്ചപ്പം ഈ തർജ്ജമക്കാരൻ തർജ്ജമ ചെയ്തിട്ട് പുള്ളിക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്താണ്? ഈ ഓഡിയൻസിലിരിക്കുന്ന ഒരാളുമായിട്ട് പുള്ളിക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പെട്ടെന്ന് പുള്ളി ബിഷപ്പിനോട് പറഞ്ഞു, ഒരു നിമിഷം, ഒരു ബ്രേക്ക്, ഞാനൊന്ന് പോയിട്ട് വരാം. പുള്ളി പറഞ്ഞു പോയിട്ട് വാ. പ്രസംഗം നിർത്തി. ഈ തർജ്ജമക്കാരൻ്റെ ഇടയിലോട്ട് ചെന്നിട്ട് ആ സഹോദരനെ ചെന്നിട്ട്, സഹോദര എന്നോട് ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരോട് കെട്ടിപ്പിടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇനി പ്രസംഗിക്കുക, ഞാൻ ചെയ്യാം. കാരണം ഇപ്പോൾ ഈ പ്രസംഗിച്ച കാര്യം ഞാൻ പാലിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് പിണക്കമുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇയാളോട് ക്ഷമ ചോദിക്കാതെ ഇനി എനിക്ക് തർജ്ജമ ചെയ്യാനുള്ള പ്രാഗൽഭ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അനുവാദം ചോദിച്ചുകൊണ്ട് പോയി ക്ഷമ ചോദിച്ചിട്ട് തിരിച്ചു വന്നു. ബിഷപ്പ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഉണർവ് തുടങ്ങി, ഞാൻ നിർത്തി, ഇനി ദൈവാത്മാവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ്. എന്തോ സംഭവിച്ചെന്നറിയാമോ? ഈ തർജ്ജമക്കാരൻ പോയി നിരക്കുന്നത് ജനങ്ങൾ കണ്ടു. ജനങ്ങൾ കണ്ണീരോടെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കെട്ടിപ്പിടിച്ച് നിരക്കാൻ തുടങ്ങി. പിന്നെ അവിടെ പ്രസംഗത്തിൻ്റെ ആവശ്യം വന്നില്ല, ഒരു വലിയ ഉണർവ് നടന്നു. ആ തർജ്ജമ ചെയ്ത സഹോദരൻ്റെ പേര് സാമുവൽ ഗണേഷ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുടെ കല്യാണം ഈ സഭയെ വെച്ച് 2-3 വർഷം മുമ്പ് ഞാൻ നടത്തി. ഓർക്കുന്നുണ്ടോ ഇതാരാന്ന്? രാവിലെ ആ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. അവരന്നും വിട്ടുപോയി. ഞങ്ങളുടെ മോൻ കിട്ടിയ പെങ്കൊച്ചിൻ്റെ വല്യപ്പച്ചൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഞാനിന്നത് വായിച്ചപ്പോൾ അതിശയിച്ചു. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഈ ദേശത്തൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇന്ന് ഇങ്ങനെ പറഞ്ഞൊരു യൂണിറ്റി നമുക്കുണ്ടോ? ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എനിക്ക് ദൈവവചനം വായിച്ചിട്ട് മുന്നോട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഞാൻ പോയി നിരന്നിട്ട് വന്ന് ബാക്കി വായിക്കുന്നുള്ളൂ എന്ന പോലെ ഒരു തള്ളൽ നമ്മുടെ ഉള്ളിലുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പം പിന്നെ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, ദൈവോട് ഉണർവ് തുടങ്ങിക്കഴിഞ്ഞു. ആ ബിഷപ്പ് പറഞ്ഞ കറക്റ്റാണ്. നൗ ഐ ഡോണ്ട് നീഡ് ടു പ്രീച്ച്, റിവൈവൽ ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ്, ഹോളി സ്പിരിറ്റ് ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്ക്. പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി തുടങ്ങി, ഇനി ഇവിടെ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ബിഷപ്പ് അവിടെ ഇരുന്നു. അപ്പോൾ നോക്കണേ, ആദ്യം ദൈവവചനം പ്രസംഗിക്കപ്പെട്ടു. അപ്പോൾ അത് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന് തോന്നി, ഈ ദൈവം ഇനി ഞാൻ തർജ്ജമ ബാക്കി ചെയ്യണമെങ്കിൽ ഈ ആളോട് നിരക്കണം. അനുവാദം ചോദിച്ചിട്ട് പോയി നിരന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ബിഷപ്പ് പറഞ്ഞു, ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവൃത്തി തുടങ്ങി, ഉണർവ് തുടങ്ങി എന്ന് പറഞ്ഞു. ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ എന്നുണ്ടാവും പ്രിയപ്പെട്ടവരെ? ഓൺലൈനിൽ കൂടെ ഞാൻ ചോദിക്കുക, ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ എന്നുണ്ടാവും ഇനി? ഞാൻ സത്യം പറയട്ടെ, ഞാനിന്ന് ഒരുപാട് വിശ്വാസികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരല്ല മാത്രമല്ല, പ്രത്യേകിച്ച് ഓൺലൈനൊക്കെ കേട്ടിട്ട് ഒരുപാട് പേര് പല രാജ്യങ്ങളിൽ നിന്ന് വിളിക്കും. ഒരു ദിവസം എത്രയെങ്കിലും കോളിപ്പം വരുന്നുണ്ട്. ഇവരെല്ലാം പറയുന്ന ഒറ്റ കാര്യം എന്താണെന്നറിയാം? വി ആർ സോ മച്ച് ഹേർട്ട്. ഞങ്ങൾ വേദന കിട്ടിയവരാ, ഒത്തിരി ഞങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ഈ മുറിവുകളും വേദനയൊക്കെ എവിടെ നിന്നാണ് കിട്ടിയെന്നറിയാമോ? പലപ്പോഴും അവരുടെ വീട്ടിൽ നിന്നോ അവരുടെ പങ്കാളികളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ അല്ല, പലർക്കും കിട്ടിയ മുറിവ് സഭകളിൽ നിന്ന് കിട്ടിയതാ. ഞാൻ ചോദിച്ചോട്ടെ, സഭകൾ മുറിവേൽക്കപ്പെടേണ്ട ഒരു സ്ഥലമാണോ? മുറിവ് കെട്ടേണ്ട സ്ഥലമല്ലേ? സൗഖ്യം വരുത്തേണ്ട സ്ഥാപനങ്ങളല്ലേ ദൈവസഭ? ഇന്ന് ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത് ദൈവസഭകളിലാണ്. അവിടെ ഇന്ന് ഞാനത് പറയുക, ദൈവസഭയ്ക്കൊരു സൗഖ്യം വരണം. The church needs healing. വൈദ്യ, നീ നിന്നെ തന്നെ ചികിത്സിക്ക്, നീയൊന്ന് സൗഖ്യം പ്രാപിക്കുക ആദ്യം എന്ന് പറഞ്ഞ പോലെ ഇന്ന് ദൈവസഭയ്ക്കൊരു സൗഖ്യം ആവശ്യമായിരിക്കും. പക്ഷേ ഈ സൗഖ്യം എങ്ങനെ വരുമെന്നറിയാമോ? നമ്മൾ ഈ പറഞ്ഞൊരു സൂപ്പർഫിഷ്യൽ സ്പിരിച്വാലിറ്റി, നമ്മളൊരു എന്താ പറയുന്നത്, ഒരു 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 ഉപരിപ്ലവമായ, അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ ഒരു വൈകാരികമായ ഒരു 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 ഉണർവും കാണിച്ചുകൊണ്ട് നടന്നാൽ അതുകൊണ്ട് ആരും നന്നാവത്തില്ല. അത് ഈ പറഞ്ഞ പോലെ സ്വിച്ച് അണയ്ക്കുമ്പോൾ ഇതങ്ങ് കെട്ടുപോകും. ഗമാലിയേൽ പറഞ്ഞാണ് കറക്റ്റ്. ദൈവത്താലുള്ളത് നിലനിൽക്കും, അല്ലാത്ത എന്തെങ്കിലും കുറേ കഴിയുമ്പം അങ്ങ് പതുക്കെ കെട്ടുപോകും. നമുക്ക് കെട്ടുപോകുന്ന ഉണർവല്ല നമുക്ക് വേണ്ടത്, നിലനിൽക്കുന്ന ഉണർവായിരിക്കണം. പക്ഷേ ഉണർവ് എവിടെയാണ് ആദ്യം ആരംഭിക്കേണ്ടത്? ഇവിടെയാണ് ആരംഭിക്കേണ്ടത്. നെഞ്ചിലോട്ടൊന്ന് കൈവച്ചാട്ട്, കർത്താവേ എന്നിലൂടെ ഉണർവോടെ നയിക്കണമേ, എന്നിലൊരു ഉണർവോടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്, എന്നിലൊരു ഉണർവോടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും ഒരു നിമിഷം ഒന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ഞങ്ങളിലൊരു ഉണർവ് അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന മറ്റൊന്നുമല്ല,
ഒരു ഉണർവ്, ദൈവവചനത്താൽ ഉണ്ടാകുന്നൊരു ഉണർവ് കർത്താവേ. ഇളക്കപ്പെരുപ്പത്താൽ ഉണ്ടാകുന്ന ഉണർവല്ല, ദൈവവചന കേൾവിയാൽ ഉണ്ടാകുന്നൊരു ഉണർവ്, ദൈവവചന ധ്യാനത്തിലൂടെ ഉണ്ടാകുന്നൊരു ഉണർവ്, നിലനിൽക്കുന്നൊരു അടിസ്ഥാനമായിപ്പെട്ടൊരു ഉണർവ് കർത്താവേ ഞങ്ങൾക്കിവിടെ തരണമേ. അതിനായിട്ട് ഞങ്ങൾ ദാഹിക്കുന്നു. ഞങ്ങൾ സങ്കീർത്തനക്കാരനെ പോലെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നിൽ ഇനിയും ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയല്ലയോ അപ്പാ. ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണേ. ദൈവസഭയെ കർത്താവേ, ഭാരതത്തിലെ ദൈവസഭയെ, കേരളത്തിലെ ദൈവസഭയെ വീണ്ടും ജീവിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.